നമ്മുടെ തോമസ് മാഷിക്ക് കാശ് കൊടുത്തത് വലിയ വിവാദമാക്കി വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വാർത്ത കൊടുത്തവർക്ക് തോമസ് മാഷ് എന്ന് പറയുന്ന ആൾ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നത്. ഇപ്പോൾ പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ PAയ്ക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പളം കൊടുക്കാൻ പോകുന്നു എന്നതാണ് ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. അതിപ്പോൾ ഉടനെ കൊടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. തോമസ് മാഷിക്ക് സംബന്ധിച്ചിടത്തോളം ഈ ധനാഗമക ചെലവ് നിർവഹണ മാർഗമൊക്കെ വളരെ മനോഹരമായി നല്ല പ്രായത്തിലേ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ഈ പദവിയിൽ ഇപ്പോൾ ഇരുന്ന് ഒരു പൈസ പോലും വാങ്ങാതെ ജോലി ചെയ്യുന്നു എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുമ്പോഴും അതിയാനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വ്യത്യസ്ത തരങ്ങളിലുള്ള പെൻഷൻ വാങ്ങുന്ന ഒരു ത്യാഗിയായ മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശകർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന പെൻഷനിലൊതുങ്ങി അദ്ദേഹത്തിന് കോളേജ് ജോലി ചെയ്ത പെൻഷൻ, പിന്നെ അത് കഴിഞ്ഞ് MP ആയ പെൻഷൻ, പിന്നെ അത് കഴിഞ്ഞ് MLA ആയ പെൻഷൻ, പിന്നെ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മന്ത്രിയായ സംഗതികളെല്ലാം കൂടാതെയാണ് ഇപ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്തിനും ഡൽഹിക്കുമിടയിൽ വലിയൊരു പാമ്പൻ പാലം പണിയുന്നതിന് വേണ്ടിയുള്ള മനോഹരമായ ദൗത്യം മറുകണ്ഠം ചാടി സ്വീകരിച്ചത്. മറുകണ്ഠം ചാടി അദ്ദേഹം പുറപ്പെടാനൊരുങ്ങുമ്പോൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം നിൽക്കുന്ന ഇടം ഒരു മരുഭൂമിയായിരുന്നു. ഒരു മരുപ്പച്ചയുടെ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മാഷിക്ക് അങ്ങോട്ടെടുത്ത് ചാടൂലായിരുന്നു. പക്ഷേ അദ്ദേഹം നിന്ന സ്ഥലം തീരെ ശുഷ്കമായി എത്ര കാലം അങ്ങനെ ഒരു മരുഭൂമിയിൽ ജീവിക്കും? പ്രത്യേകിച്ച് ഏതാണ്ടൊരു 10, 35, 40 വർഷക്കാലമായി ഏറ്റവും മനോഹരമായ ഫലഭൂയിഷ്ടമായ താഴ്വരകളിൽ മാത്രം ജീവിച്ചിരുന്ന ഒരാൾ മരുഭൂമിയിൽ എങ്ങനെ ജീവിക്കുമെന്ന് പറയുന്നത് വലിയ ദുസ്സഹമായ കാര്യമാണ്. അതുകൊണ്ടാണ് മാഷിക്ക് അങ്ങോട്ട് പോയത്. അങ്ങോട്ട് പോയപ്പോൾ മാഷയുടെ PAയും കൊണ്ടുപോയി. ആ മാഷ് നിയമിച്ച കാലം മുതലല്ല, അതിന് മുൻകാല പ്രാബല്യത്തോടെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് മുതലേ അദ്ദേഹം സംസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യമൊന്നും ഈ മാധ്യമ കൂസ്മാട്ടങ്ങൾക്ക് വലുതായിട്ട് അറിയില്ല. ഏതായാലും മാഷിക്ക് ഉന്നം വെച്ചാൽ അത് പിടിച്ചുകൊണ്ടേ കയറത്തുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ലക്ഷ്യം വേഗം സാധിച്ചില്ലെങ്കിൽ പണ്ടേ മുതലേ ഒരു 10 100 തിരുത സ്വയം കുരുതി കൊടുക്കേണ്ടി വരും എന്നുള്ളതൊഴിച്ചാൽ മാഷിക്ക് ലക്ഷ്യത്തിലെത്താതെ ഒരിക്കലും മാറില്ല. അതുകൊണ്ട് നിങ്ങൾ തോമസ് മാഷിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപമാനിക്കരുതെന്ന് വിനീതമായി ഒരു പൗരനെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.